ഹായ് ഗായ്സ്, കസിൻ്റെ കല്യാണം പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വ്ളോഗ് നമ്മൾ മേക്കപ്പോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ഒരു 6:30 ആയപ്പം എന്നിട്ട് പിന്നെ ബ്രഷെല്ലാം ചെയ്ത് മേക്കപ്പ് ഇടാൻ സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം വേഗം ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് ഹറിബറി ചെയ്യണം. ആൻഡ് ദിസ് ഇസ് മൈ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നലത്തെ പോലെ ഹെയർ അത്ര ഇന്ന് ഹെയറിങ് അല്ല, പക്ഷെ പ്രശ്നമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കല്യാണ ചടങ്ങുകളെല്ലാം ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ പോകാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ കല്യാണം പോലെയല്ല ഇവിടുത്തെ കല്യാണം. ഇവിടുത്തെ കല്യാണം കുറച്ചധികം ഡിഫറെൻ്റ് ആണ്. താലി കെട്ടിന് മുന്നേ കുറേ അധികം ചടങ്ങുകൾ ഉണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു താലി കെട്ടുണ്ടായിരുന്നത്. ഈ പില്ലെല്ലാം വെച്ച് ഉറങ്ങാൻ പോകുന്നില്ല, ഇതും ഒരു ചടങ്ങാണ്. പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നു. നീതാണ് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, എന്നാണെന്ന് എനിക്ക് മറന്നുപോയി. ഫുഡ് എന്തെന്നുള്ള വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ആൻഡ് ഫുഡ് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പൂരിയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു എന്തെന്നല്ല ചടങ്ങ് നടന്നുകൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള ചടങ്ങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് 3 വട്ടം ഓരോ കൈമേൽ ഒഴിച്ചു കൊടുക്കും. അമ്മ കുറച്ചധികം സൊള്ളിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. ഓരോ പാലൊഴിച്ചതിന് ശേഷം പിന്നെ നമ്മളും പാൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ നല്ല രസമുണ്ടേനു. 5 സെക്കൻഡ് ഫിറ്റ് ചെക്കിന് ശേഷം സ്റ്റേജിലുള്ള ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇനി നിലത്തിരുന്നിട്ട് ഉള്ള വേറെ ഒരു ചടങ്ങാണ്. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ മോതിരിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതന്നെയാണ്. ഇനി എന്നാ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പൂജാരി ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ചടങ്ങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂം ബ്രൈഡിൻ്റെ കാല് പിടിച്ചിട്ട് ഈ കാണുന്ന ഓരോ ഫുട് പ്രിൻറ്റ്സിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതൊരു കൈൻഡ് ഓഫ് ഒരു പ്രോമിസ് കൊടുക്കുന്നത് എന്നുള്ള രീതിക്കുള്ളൊരു ചടങ്ങാണ്. ആൻഡ് അത് എനിക്കിഷ്ടമായിരുന്നു, അത് നല്ലതിനും. ഈ വീഡിയോയിൽ എനിക്ക് അമ്മ ഷൂട്ട് ചെയ്തതാണ്, കാരണം ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടേനും. അപ്പോൾ അമ്മ എനിക്ക് വീഡിയോ എടുത്താൽ. ഇതും ഒരു ചടങ്ങാണ്. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനെയോ ചന്ദ്രനെയോ അങ്ങനെ എന്തോ നോക്കുന്നൊരു ചടങ്ങാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവരെ ചടങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ലോങ് ചടങ്ങാണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം മാത്രം തീരുന്നൊരു ചടങ്ങാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹാളിൻ്റെ അകത്തേക്ക് കയറി. ദിസ് ഇസ് റിയോ ഓറിയോ. ആദ്യം ക്യാമറ ഉണ്ടായിരുന്നു ഞെട്ടിയെങ്കിലും പിന്നെ വ്ളോഗാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പ്രഷനിലിട്ടാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ കുറച്ചിരുന്ന് കുറച്ച് സൊള്ളാക്കി കുറച്ച് അതെല്ലാം പറഞ്ഞിരുന്ന് കുറച്ച് എക്സ്പ്രഷനെല്ലാം അധികം തന്നെ വാരി വിതർന്നുണ്ടേനു. എന്തെല്ലോ കാര്യമായിട്ട് കഥ പറയുന്നുണ്ട്. ആൻഡ് ഈ ഓടിത്തുള്ളിച്ചാടി വരുന്നതാണ് ഷീബു, ബ്രൈഡിൻ്റെ മോമി. ഇനി നടക്കാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് റിസപ്ഷൻ പോലെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടേനു. ഫുഡും കഴിച്ച് ഐസ്ക്രീം എല്ലാം കുടിച്ച നേരത്തെ തന്നെ ക്ഷീണമായി. ഫുഡ് നല്ല ഫുഡേനും, ഞാൻ വിചാരിച്ച അത്ര മോശമായിട്ടില്ല. യൂഷ്വലി എനിക്ക് കർണാടക ഫുഡ് അത്ര ഇഷ്ടപ്പെടാത്തതാണ്, ബട്ട് ഇറ്റ് വാസ് നൈസ്. ഫങ്ഷനെല്ലാം ഓൾമോസ്റ്റ് കഴിയാനായാലും നമ്മൾ റൂമിൽ പോയിട്ട് മാറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ഇന്ന് തന്നെ റിട്ടേൺ പോകുന്നുണ്ടായിരുന്നു. വേഗം വന്ന് ഡ്രസ്സും ഓർണമെൻറ്റ്സ് എല്ലാം വെളിച്ചൂരി ചാടി മുഖത്തുള്ള മേക്കപ്പെല്ലാം വേഗം തന്നെ റിമൂവ് ചെയ്യുകയാണ് ഗായ്സ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ മേക്കപ്പെല്ലാം എങ്ങനെയല്ലോ അയച്ച് കളഞ്ഞ് ഒരു ജീൻസും ടോപ്പും ഇട്ട് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് നമ്മൾ റെഡിയായി. ആൻഡ് അന്നേരം തന്നെ ഒരു സുഖം. ആ സുഖമാണ് ഗൈസ് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെയും തിരിച്ച് നമ്മൾ കല്യാണം നടക്കുന്ന ഹാളിലേക്ക് എത്തി. ആൻഡ് അശ്വിനെ നമ്മൾ പറഞ്ഞേക്കണമല്ലോ. സോ ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ തിരിച്ചെത്തി. ബട്ട് എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടേനു. എനിക്കൊന്ന് ഭയങ്കര ഒരു ടയേർഡ് ഫീലിംഗ്. ആൻഡ് അശ്വിനെ കാണാൻ വേണ്ടി പോയി. അശ്വിൻ ഫുൾ ഹെയറെല്ലാം ഊരി ചാടി, ഓർണമെൻറ്റ്സ് എല്ലാം ഊരി ചാടി ഫ്രീ ആയി. അതിനുശേഷം വീണ്ടും ഒരു ചടങ്ങ് ഗൈസ്. ഇത്ര തീർന്നാലും തീരാത്ത ചടങ്ങാണ് ഇവർക്ക്. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ള തുണീൻ്റെ അകത്ത് എന്തൊരു സാധനം അരിയും എന്തൊക്കെയോ നിറച്ചിട്ട്
അശ്വിൻ കൊണ്ടുപോകണം. സോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ കാലെല്ലാം പിടിച്ച് ബായ് പറയുമ്പോഴത്തേക്ക് അശ്വിൻ കരയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുറച്ച് ഇമോഷണലായി. ബട്ട് കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ അശ്വിനെ ബായ് പറഞ്ഞു ഓടിക്കുകയാണ് ഗായ്സ്. അശ്വിൻ പോയ പാടെ തന്നെ പിന്നെ നമ്മളും പുറപ്പെട്ട്. ആൻഡ് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട്. നമ്മളിനി എപ്പോൾ വീടെത്താമെന്ന് ഒരു ഐഡിയ ഇല്ല. ആൻഡ് ഇനി ഞാൻ വ്ളോഗും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി കിടന്ന് ഉറങ്ങണം. വീടെത്തിക്കഴിഞ്ഞാൽ പിന്നെയും കിടന്നുറങ്ങണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ശരി.